ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പോസ്റ്റ് കാണാനിടയായത്. അതായത് അച്ഛന് വേണ്ടി മകള് പാട്ടുപാടുകയാണ്, അച്ഛനാണത് ഷൂട്ട് ചെയ്യുന്നത്. ഒരു അത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു വീഡിയോ ആണ്, എങ്കിലും അത് കണ്ടപ്പോൾ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ ഓലത്തുമ്പത്തിരുന്ന് ഉയരാടി ചെല്ല പൈങ്കിളി എന്നുള്ള പാട്ടാണ് മകള് പാടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ലോ ക്വാളിറ്റി വീഡിയോ ആണെങ്കിലും എന്താ പറയുക, അതാണ് അതിന് ബെസ്റ്റ് എന്ന് തന്നെ തോന്നിപ്പോയി. കാരണം അത്രയ്ക്ക് നല്ല സോങ്, എന്താ പറയുക, നല്ലൊരു എന്താ പറയുക വോയിസ്, മകളുടെ വോയിസ് എന്ന് വെച്ചാൽ നല്ലൊരു വോയിസ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി പാടിയ ബാക്കിയുള്ള പാട്ടുകളൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചം. എന്താ പറയുക, നമ്മൾ അഡിക്റ്റഡ് ആകുന്ന തരത്തിലുള്ള പാട്ടുകളാണ് എല്ലാം. പ്രത്യേകിച്ച് 90s ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പോലെയാണ് തോന്നിയത്. എനിക്കിഷ്ടപ്പെടുന്നതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളാണ് അധികം അതിനകത്ത് പാടിയിട്ടുണ്ടായിരുന്നത്. എല്ലാം എന്താ പറയുക, നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന തരത്തിലുള്ള പാട്ടുകളായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്തുള്ള കുറച്ച് പാട്ടുകൾ കാണിച്ചു തരാം, നിങ്ങളും ഒന്ന് കേട്ട് നോക്കുക. ആയിരം സിരകളുണർന്ന വിലാസഭാവമായി വിരഹിണീ വിധുവായി നാമൊഴുകുമ്പോ തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു ഈണം ചേർത്തു ഞാനും കാതിൽ പറഞ്ഞു. ജലകണമെറിയും മഴയുടെ കളിവാക്കിൽ അടിമുടി നാണയും ഈ മണ്ണിലായി നീർത്തുള്ളികൾ ഉതിർന്നെത്തി അഴിഞ്ഞെത്തി പുതുമണമുയരും പൊൻതൂവൽ ചിരിവിതറി തൈമാസത്തെന്നൽ പദമാടി തിരുമുടി ഇന്നലെ ഒരു കുറുമ്പുനു ചിറകുമായി വരിക ശലഭമേ. അപ്പോൾ ഇതാണ് ആ ഇൻസ്റ്റാ പ്രൊഫൈല്, കിളി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും കിളിനാഥൻ തന്നെ. ഇതുവരെ ഇയാളുടെ ഒരു പാട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഫീൽഡിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം എന്താ പറയുക, അച്ഛന് വേണ്ടിയിട്ടൊരു പാട്ടെന്ന് പറഞ്ഞപ്പോഴാണ് സംഭവം കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിയതെന്ന് തോന്നുന്നു. ആ ഒരു പ്രൊഫൈലിന് കുറച്ചും കൂടി റീച്ച് കിട്ടിയെന്ന് തോന്നുന്നു. കാരണം പല കമൻസും കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്, ഇതുവരെ ഇങ്ങനൊരാളുടെ പാട്ട് കേൾക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് പല കമൻസിലും കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് പഴയ പ്രൊഫൈലാണ്. 8000 ഞാൻ ഇന്നലെ നോക്കുമ്പോൾ 8000 ചില്ലാനം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പോസ്റ്റ് ഇടുന്ന സമയത്ത് 9000 ആയി. ഇപ്പോൾ ആൾക്കാർ കുറച്ചും കൂടി അറിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പം എന്താ പറയുക, ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എല്ലാം നല്ല പാട്ടുകളാണ്. ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഒരു നഷ്ടമില്ല എന്ന് പറയാം എന്തായാലും.